നമ്മുടെ സുവോളജി എക്സാമിന്, അതായത് നമ്മുടെ മോഡൽ എക്സാം ആണ്, സുവോളജിയിൽ നിന്ന് ചോദിക്കാവുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ വീഡിയോ മുഴുവനും കാണുക ആൻഡ് ഓൾസോ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. 2 മാർക്കിൽ നിന്നായിരിക്കും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത്. സോ നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ 2023 മോഡൽ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, നെയിം ദ ഫോളോയിങ്. പ്ലാസ്മ വിത്തൗട്ട് ക്ലോട്ടിംഗ് ഫാക്ടർ. പ്ലാസ്മ വിത്തൗട്ട് ക്ലോട്ടിംഗ് ഫാക്ടർ അതിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? സിറം എന്നാണ് വിളിക്കുന്നത് അല്ലേ? ഇറ്റ് ഇസ് കോൾഡ് ആസ് സിറം. യെസ്, എവിടെടാ? ഓക്കെ, ബ്ലഡ് ഗ്രൂപ്പ് നോൺ ആസ് യൂണിവേഴ്സൽ റെസിപ്പിയന്റ്. യൂണിവേഴ്സൽ റെസിപ്പിയന്റ് എന്ന് പറയുമ്പോൾ അത് AB ബ്ലഡ് ഗ്രൂപ്പ് ആണ്. പ്രൊട്ടക്റ്റീവ് ഡബിൾ വാൾഡ് മെംബ്രേനിയസ് ബാഗ് കവറിംഗ് ഹ്യൂമൻ ഹാർട്ട്. നമ്മളെ ഹാർട്ടിനെ പൊതിഞ്ഞിട്ട് ഇങ്ങനെ 2 ആവരണങ്ങൾ ഉണ്ട് അല്ലെ? ഡബിൾ ലെയർഡ് മെംബ്രെയിൻ ആണ്. ഇതിനെ വിളിക്കുന്ന പേരാണ് പെരികാർഡിയം. പെരികാർഡിയം, ഇറ്റ് ഇസ് കോൾഡ് ആസ് പെരികാർഡിയം. പേസ് മേക്കർ ഓഫ് ഹ്യൂമൻ ഹാർട്ട്, ഈസി ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, SA നോഡ്. ഓക്കെ, യെസ്. അടുത്ത ചോദ്യം, ഡയഗ്രാം ഓഫ് ആൻ ഇൻവെർട്ടിബ്രേറ്റ് ഓർഗാനിസം ഇസ് ഗിവൺ ബിലോ. ഐഡന്റിഫൈ ദി ഓർഗാനിസം. ഇത് എന്ത് ഓർഗാനിസം ആണ്? പ്ലൂറോബ്രാക്കിയ. ഓക്കെ, പ്ലൂറോബ്രാക്കിയ. നെയിം ദ ഫൈലം ടു വിച്ച് ഇറ്റ് ബിലോങ്സ്. ഏത് ഫൈലം ആണ്? ടിനോഫോറ. ടിനോഫോറ. റൈറ്റ് any 2 characteristics of the phylum. അപ്പൊ ടിനോഫോറയുടെ 2 ക്യാരക്ടേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന്, ഇവരുടെ ബോഡിയുടെ പുറത്ത്, അതായത് എക്സ്റ്റേണൽ ആയിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും? ഇങ്ങനെ 8 റോളായിട്ട് സീലിയേറ്റഡ് കോംബ് പ്ലേറ്റ്സ് കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഇവരെ നമ്മൾ കോംബ് ജെല്ലീസ് എന്ന് വിളിക്കുന്നത് അല്ലേ? സോ പ്രസൻസ് ഓഫ് കോംബ് പ്ലേറ്റ്സ് പറയാം. ആൻഡ് ഓൾസോ ദേ ഹാവ് ദ എബിലിറ്റി ടു എമിറ്റ് ലൈറ്റ്, അതായത് ബയോലൂമിനസെൻസ്. Okay, next question. Observe the diagram given below regarding the concept of activation energy. അപ്പോൾ ആക്ടിവേഷൻ എനർജിയുടെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഗ്രാഫാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലെ? അപ്പൊ മക്കളെ നോക്കിക്കേ, എ എന്ന് പറയുന്നത് എന്താണ്? ആക്ടിവേഷൻ എനർജി വിത്തൗട്ട് എൻസൈം. ആൻഡ് ബി എന്ന് പറയുന്നത് വിത്ത് എൻസൈം. ആക്ടിവേഷൻ എനർജി വിത്ത് എൻസൈം ആണ്. ഓക്കെ, മെൻഷൻ ദ റോൾ ഓഫ് എൻസൈം ഇൻ ദ പ്രോഗ്രസ് ഓഫ് ബയോകെമിക്കൽ റിയാക്ഷൻ. അപ്പൊ ബയോകെമിക്കൽ റിയാക്ഷനിൽ എൻസൈമിന്റെ റോൾ എന്താന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താണ് എൻസൈമിന്റെ റോള്? എൻസൈം എന്ത് ചെയ്യും? ആക്ടിവേഷൻ എനർജി ലോ ചെയ്യും, കുറയ്ക്കും അല്ലേ? ഓക്കെ, ലോവറിങ് ആക്ടിവേഷൻ എനർജി. എൻസൈം ഉണ്ടെങ്കിൽ ആക്ടിവേഷൻ എനർജി കുറവായിരിക്കും. അപ്പൊ ആക്ടിവേഷൻ എനർജി കുറയ്ക്കാൻ പറ്റുന്നു. ആൻഡ് ഓൾസോ റിയാക്ഷന്റെ റേറ്റ് കൂട്ടാൻ പറ്റുന്നു. ഇൻക്രീസസ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ. ഓക്കെ, എൻസൈം എന്ന് പറയുന്നത് ബയോളജിക്കൽ കാറ്റലിസ്റ്റ് ആണ്. അപ്പൊ ഇവര് ഒരു റിയാക്ഷന്റെ റേറ്റ് കൂട്ടുന്ന ആൾക്കാരാണ്. എൻസൈം ഉണ്ടെങ്കിൽ ആക്ടിവേഷൻ എനർജി എന്തായിരിക്കും? കുറവായിരിക്കും. കാരണം ഇവർക്ക് ആക്ടിവേഷൻ എനർജി കുറയ്ക്കാൻ പറ്റും കേട്ടോ. ഓക്കെ അല്ല? അപ്പൊ ഈ ഗ്രാഫ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എക്സ്പാൻഡ് ദ ഫ്ലോയിങ്. എക്സ്പാൻഡ് ചെയ്യാൻ ഈസി ആയിട്ടാണ് ചോദ്യം വന്നിരിക്കുന്നത്. ACTH, എഡ്രീനോ കോർട്ടിക്കോട്രോപിക് ഹോർമോൺ. എഡ്രീനോ കോർട്ടിക്കോട്രോപിക് ഹോർമോൺ. Okay, FSH, the follicle stimulating hormone. Okay, TSH എന്താ? തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഓക്കെ, ADH എന്താണടാ? ADH വാസോപ്രസിന്റെ മറ്റൊരു പേരാണ്, ആന്റി ഡയൂററ്റിക് ഹോർമോൺ. Okay, yes, next question. Figure showing fundamental characteristics of phylum chordatus given below. Name the parts labeled ABCD. 4 പാർട്ടും നമ്മളോട് ലേബൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്താ, ലേബൽ ചെയ്താൽ മാത്രം മതി അല്ലെ? ആ ഒരു യുണീക് ഫീച്ചേഴ്സ് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് എഴുതണ്ട. പൊതുവെ അങ്ങനെയാണ് ചോദ്യം കണ്ടുവരാറുള്ളത്. സോ മക്കളെ നോക്കിക്കട, എ എന്താണ്? മുകളിൽ എന്താണ്? നെർവ് കോഡ് അല്ലേ? ഓക്കെ, നെർവ് കോഡ്. യെസ്, ആൻഡ് നെർവ് കോഡിന്റെ തൊട്ട് താഴെയായിട്ട് എന്തുണ്ട്? നോട്ടോ കോഡ്. ഓക്കെ, ആൻഡ് സി എന്താണ്? പോസ്റ്റ് ഏനൽ ടെയിൽ ആണ്. പോസ്റ്റ് ഏനൽ ടെയിൽ. ഓക്കെ, ആൻഡ് ഡി എസ് ഗിൽ സ്ലിറ്റ്സ്. ഓക്കെ, ഫെറിഞ്ചൽ ഗിൽ സ്ലിറ്റ്സ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ 4 പാർട്സ് ലേബൽ ചെയ്യുന്നതും 4 യൂണിക് ഫീച്ചേഴ്സ് എഴുതാൻ പറയുന്നതും ഒക്കെ സെയിം തന്നെയാണ്. അപ്പൊ ഇതൊരു സ്ഥിരം ചോദ്യമാണ്, പഠിച്ചു വെച്ചോളാം. ഓക്കെ, ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ IRV, ERV, TV, RV. IRV, ERV ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം, എക്സ്പിറേറ്ററി റിസർവ് വോളിയം ആണ്. TV ടൈഡൽ വോളിയം, RV റെസിഡ്വൽ വോളിയം ആണ്. ഓക്കെ, ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പൊ ടൈഡൽ വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നോർമൽ ആയിട്ട് നമ്മൾ റെസ്പയർ ചെയ്യുമ്പോൾ എത്ര വോളിയം ഓഫ് എയറിന് ഇൻസ്പയർ ചെയ്യുന്നു, എത്ര വോളിയം ഓഫ് എയറിന് എക്സ്പയർ ചെയ്യുന്നു, ഇതിനാണ് ടൈഡൽ വോളിയം എന്ന് പറയാം. എറ്റ് എ ടൈം 500 ml ആണെങ്കിൽ ഒരു മിനിറ്റിൽ 6000 to 8000 ml ആയിരിക്കും. ആൻഡ് RV എന്താ? റെസിഡ്വൽ വോളിയം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ എത്ര ഫോഴ്സ്ഫുള്ളി എക്സ്പയർ ചെയ്താലും
നമ്മുടെ ലങ്സിന്റെ ഉള്ളിൽ കുറച്ച് വോളിയം ഓഫ് എയർ ഇങ്ങനെ തങ്ങി നിൽക്കും. അതിനാണ് റെസിഡ്വൽ വോളിയം എന്ന് പറയാ. 1100 to 1200 ml ആണ്. IRV അതായത് ഒരു ഫോഴ്സ്ഫുൾ ഇൻസ്പിറേഷന്റെ സമയത്ത് നമ്മൾ ശക്തമായിട്ട് എയറിനെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുമ്പോൾ സാധാരണ കയറുന്നതിനേക്കാൾ എത്ര അഡീഷണൽ വോളിയം ഓഫ് എയർ ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ട്, ലങ്സിൽ എത്തിയിട്ടുണ്ട് അല്ലെ. ആ അഡീഷണൽ വോളിയം ഓഫ് എയറിനെയാണ് IRV എന്ന് പറയാം. 2500 to 3000 ml ആണ്. ERV എന്ന് പറയുന്നത് എന്താ, അതായത് ഫോഴ്സ്ഫുള്ളി എക്സ്പയർ ചെയ്യുമ്പോൾ ശ്വാസം ശക്തമായിട്ട് പുറത്തേക്ക് കളയുന്നു. സോ സാധാരണ പോകുന്നതിനേക്കാൾ എത്രയോ അഡീഷണൽ വോളിയം ഓഫ് എയർ ആണ് നമ്മൾ പുറത്തേക്ക് കളഞ്ഞിട്ടുള്ളത്. ആ എക്സ്ട്രാ വോളിയം ഓഫ് എയറിനെ നമ്മൾ ERV എന്നാണ് വിളിക്കുന്നത്. 1000 to 1100 ml ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ വോളിയംസിൽ നിന്ന് മാത്രമല്ല കപ്പാസിറ്റീസിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ അത് നിങ്ങൾ ICECയും FRCയും അതുപോലെ തന്നെ TLC ഒക്കെ നിങ്ങൾ പഠിക്കണം. VC is also very important. Okay. Yes, arrange the following animals under suitable headings in the table given below based on the nitrogenous waste. ഓക്കെ, അതായത് എക്സ്ക്രീറ്ററി പ്രോഡക്ട്സിന് അനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ ക്ലാസിഫൈ ചെയ്യേണ്ടത്. ഇപ്പൊ എമോണോട്ടലിക്, ഇപ്പൊ വെള്ളത്തിലുള്ള ജീവികളല്ലടാ എമോണോട്ടലിസം കാണിക്കുക. ഇപ്പൊ ബോണി ഫിഷസ്. ഓക്കെ, ബോണി ഫിഷസ്. യൂറിക്കോട്ടലിക് ആരാണ്, ബേർഡ്സ് ആണ്. ഓക്കെ, ബേർഡ്സ് ആണ്. യെസ്, യൂറിയോട്ടലിക് മാമൽസ് ആൻഡ് ഓൾസോ ടെറസ്ട്രിയൽ ആംഫിബിയൻസ്. ടെറസ്ട്രിയൽ ആംഫിബിയൻസ്. ഓക്കെ, യെസ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. മാച്ച് കോളം എ വിത്ത് കോളം ബി. പ്രൊബോസസ് ഗ്ലാൻഡ്, ഇപ്പൊ പ്രൊബോസസിനെ കൊടുത്തിട്ടുള്ളൂ അല്ലെ. ഓക്കെ, പ്രൊബോസസ്, ബെലാനോഗ്ലോസസ്, ഹെമികോഡേറ്റ, മാൽപീജിയൻ ട്യൂബ്യൂൾസ്. മാൽപീജിയൻ ട്യൂബ്യൂൾസ്, സിൽക്വം, ആർത്രോപോഡ, റാഡുല, മൊലുസ്ക, പൈല, കൊയാനോസൈറ്റ്സ്, പോരിഫെറ, സൈക്കോൺ. യെസ്, ഓക്കെ. Okay, അടുത്ത ക്വസ്റ്റ്യൻ. ഡീറ്റെയിൽസ് റിഗാർഡിംഗ് ദ ഡിസോർഡേഴ്സ് ഓഫ് ഹ്യൂമൻ മസ്കുലർ ആൻഡ് സ്കെലിറ്റൽ സിസ്റ്റം is given below. Name the disorder. ഇപ്പൊ ഡിസോർഡർ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ആക്ച്വലി നമുക്ക് എല്ലാ ഫിസിയോളജിയിലുള്ള ചാപ്റ്റേഴ്സിൽ നിന്നും ഡിസോർഡേഴ്സ് പഠിക്കാനുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാറുള്ളത് എക്സ്ക്രീഷനിൽ നിന്നും ലോക്കോമോഷനിൽ നിന്നുമാണ്. ഇത് ലോക്കോമോഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ, ഇൻഫ്ലമേഷൻ ഓഫ് ജോയിന്റ്സ് ഡ്യൂ ടു അക്യുമുലേഷൻ ഓഫ് യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ്. അതായത് ജോയിന്റിന്റെ ഇടയിലൊക്കെ യൂറിക് ആസിഡ് ഇങ്ങനെ കല്ല് പോലെ അല്ലെ ക്രിസ്റ്റൽസ് ആയിട്ട് ഇങ്ങനെ കെട്ടിക്കിടക്കുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് ഗൗട്ട്. ഇൻഫ്ലമേഷൻ ഓഫ് ജോയിന്റ്സ്, ജോയിന്റ്സിനുള്ള വീക്കം, ആർത്രൈറ്റിസ്. റാപ്പിഡ് സ്പാസംസ് ഇൻ മസിൽ ഡ്യൂ ടു ലോ കാൽഷ്യം ഇൻ ബോഡി ഫ്ലൂയിഡ്സ്, ടെറ്റനി. ഏജ് റിലേറ്റഡ് ഡിസോർഡർ ക്യാരക്ടറൈസ്ഡ് ബൈ ഡിക്രീസ്ഡ് ബോൺ മാസ് ആൻഡ് ഇൻക്രീസ്ഡ് ചാൻസസ് ഓഫ് ഫ്രാക്ചേഴ്സ്. അതായത് നമ്മൾ പ്രായമാവും തോറും നമ്മൾ എല്ല് പൊടിഞ്ഞു പോവുക, അപ്പൊ ഫ്രാക്ചർ കൂടും, എല്ല് പൊട്ടാനുള്ള ചാൻസ് കൂടുതലാണ് അല്ലെ. ഓസ്റ്റിയോപോറോസിസ്. ഓക്കെ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബ്രെയിനിന്റെ ക്ലാസിഫിക്കേഷൻ തന്നിട്ടുണ്ട്, ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ചെയ്യണം. ഫോർ ബ്രെയിൻ, സെറിബ്രം ഉണ്ട്, ഹൈപ്പോതലാമസ് ഉണ്ട്, തലാമസ് വരണം. ഓക്കെ, മിഡ് ബ്രെയിൻ, കോർപ്പോറ, ക്വാഡ്രിജമിന. ഓക്കെ, ഹൈൻഡ് ബ്രെയിൻ, പോൺസ്, മെഡുല ആൻഡ് സെറിബെല്ല. ഓക്കെ അല്ലേ. ഇത് 2 മാർക്കിനും 3 മാർക്കിനും ഒക്കെ ചോദിച്ചു കാണാറുണ്ട് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. മോളിക്കുലർ സ്ട്രക്ചർ ഓഫ് സം ഓർഗാനിക് കോമ്പൗണ്ട്സ് ഫൗണ്ട് ഇൻ ലിവിംഗ് ടിഷ്യൂസ് ആർ ഗിവൺ ബിലോ. ഐഡന്റിഫൈ ആൻഡ് റൈറ്റ് ഇറ്റ്സ് നെയിം. സോ നമുക്ക് ബയോമോളിക്യൂൾസിൽ ഒരു പേജ് മുഴുവൻ ഇങ്ങനെ സ്ട്രക്ചേഴ്സ് ആണ് പഠിക്കാനുള്ളത്. അതിൽ നിന്ന് റാൻഡം ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കാണാറുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, സ്കിപ്പ് ചെയ്ത് പഠിച്ചു വെച്ചോളൂ. സോ ഫസ്റ്റത്തത് ഗ്ലൂക്കോസ്. ഓക്കെ, അടുത്തത് എന്താണ്, അലനിൻ. ഓക്കെ, അമിനോ ആസിഡ് ആണ്. അടുത്തത് എന്താണ്, ദാറ്റ് ഈസ് പാൽമിറ്റിക് ആസിഡ്. നെക്സ്റ്റ് വൺ ഇസ് ഗ്ലിസറോൾ. ഓക്കെ അല്ലേ. യെസ്, അപ്പൊ 2023 മോഡൽ എക്സാമിന് ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി റീസെന്റ് ആയിട്ട് 2024 മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. നോട്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫസ്റ്റ് 2 വേർഡ്സ് ആൻഡ് ഫൈൻഡ് സ്യൂട്ടബിൾ വേർഡ് ഫോർ ദ 4th പ്ലേസ്. ഓക്കെ, വേർഡ് പെയർ റിലേഷൻഷിപ്പ് ആണ്. കോളോസെൽ, പോരിഫറ, അപ്പൊ നിഡോബ്ലാസ്റ്റോ, നിഡേരിയ. സൈക്ലോയിഡ് സ്കെയിൽസ്, ഓസ്റ്റിക്ടൈസ്, അപ്പൊ പ്ലാക്കോയിഡ് സ്കെയിൽസ്, കോൺട്രിക്ടൈസ്. അനിലിഡ, സീലോം, പ്ലാറ്റിഹെൽമിന്തസ്, ആസീലോം. ബോഡി ക്യാവിറ്റി ഇല്ല, സീലോം ഇല്ലാത്ത ആൾക്കാരാണ് പ്ലാറ്റിഹെൽമിന്തസ്. സ്യൂഡോ സീലോം ആണെങ്കിൽ ആസ്ട്രൽമിന്തസ്. പാരപ്പോഡിയ, അനിലിഡ, റാഡുല, മൊളൂസ്ക. ഓക്കെ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒബ്സർവ് ദ ഫിഗർ ഓഫ് ദി ഓർഗാനിസം ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. ഐഡന്റിഫൈ ദി ഓർഗാനിസം. ഇത് പ്രിസ്റ്റസ് ആണ്. ഇത് പ്രിസ്റ്റസ് ആണ്. ഏത് ക്ലാസ് ആണടാ, കോൺട്രിക്ടൈസ്. 2 സാലിയൻ ഫീച്ചേഴ്സും നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ കോൺട്രിക്ടൈസ് എന്ന് വിളിക്കണമെങ്കിൽ ഇവർക്ക് ബോണി എൻഡോസ്കെലിറ്റൺ ഉണ്ടാവോ? ഇല്ല. ഓക്കെ, എന്താണ്, കാർട്ടിലേജിനസ് എൻഡോസ്കെലിറ്റൺ അല്ലേ.
ഇവരുടെ എൻഡോസ്കെൽറ്റൻ ഉണ്ടാക്കിയിട്ടുള്ളത് കാർട്ടിലേജിനെ കൊണ്ടാണ്. അതുകൊണ്ടാണ് ഇവരെ കാർട്ടിലേജ് ഫിഷസ് എന്ന് വിളിക്കുന്നത്. കാരണം ഇവരുടെ എൻഡോസ്കെൽറ്റൻ എന്താണ്? ദാറ്റ് ഈസ് കാർട്ടിലേജ്, ബോൺ അല്ല കേട്ടോ, കാർട്ടിലേജിനസ് എൻഡോസ്കെൽറ്റൻ. ഓക്കെ, ആൻഡ് ഇവരുടെ ബോഡിയിലെ സ്കിന്നിനെ കവർ ചെയ്തിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും? പ്ലാക്കോയിഡ് സ്കെയിൽസ്. ഓക്കെ, എയർ ബ്ലാഡർ ആബ്സെന്റ് ആണ്. അതുകൊണ്ട് തന്നെ മുങ്ങി പോവാതിരിക്കാൻ കണ്ടിന്യൂസ് ആയിട്ട് സ്വിം ചെയ്യണം. എയർ ബ്ലാഡർ ആബ്സെന്റ് ആണ്. ആൻഡ് ഓൾസോ ഒപ്പർക്കുലം ആബ്സെന്റ് ആണ്. അതായത് ഗിൽസിനെ കവർ ചെയ്തിട്ട് ഗിൽ കവർ, ഒപ്പർക്കുലം ഇല്ല, ഒപ്പർക്കുലം ആബ്സെന്റ് ആണ്. ഓക്കെ, യെസ്. അപ്പൊ നിങ്ങൾക്ക് ഓർമ്മ വരുന്ന ഡിഫറൻസുകൾ എന്താണോ ആ ഡിഫറൻസ് ആയിട്ട് തന്നെ പഠിച്ചു വെച്ചോളൂ. കാരണം എപ്പോഴും ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻ വരണമെന്നില്ല. ഓസ്റ്റിക് ടൈപ്സും ചോദിക്കാറുണ്ട്. അധികവും ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ് ചോദിക്കാറുള്ളത്. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ആ ഫിഗേഴ്സ് ഉണ്ടാവില്ലേ, ആ ഓർഗാനിസത്തിനെ ഒക്കെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാനും പഠിക്കണം കേട്ടോ. ഓക്കെ, എന്നിട്ട് ഡിഫറൻസ് വെച്ച് പഠിച്ചോളൂ. അപ്പൊ ഏത് ക്ലാസ് ചോദിച്ചാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അവിടെ ജസ്റ്റ് 2 സൈലന്റ് ഫീച്ചേഴ്സ് ഒക്കെ ചോദിച്ചിട്ടുള്ളത് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ അല്ലേ, 2 എണ്ണം മതി, ധാരാളമാണ്, ഫുൾ മാർക്ക് കിട്ടും. ഓൾ വെർട്ടിബ്രേറ്റ്സ് ആർ കോർഡിനേറ്റ്സ് ബട്ട് ഓൾ കോർഡിനേറ്റ്സ് ആർ നോട്ട് വെർട്ടിബ്രേറ്റ്സ്. എല്ലാ വെർട്ടിബ്രേറ്റ്സും കോർഡിനേറ്റ്സ് ആണ്, പക്ഷേ എല്ലാ കോർഡിനേറ്റ്സും വെർട്ടിബ്രേറ്റ്സ് അല്ല. ഡു യു അഗ്രി വിത്ത് ദ സ്റ്റേറ്റ്മെന്റ്? സബ്സ്റ്റാൻഷിയേറ്റ്. യെസ്. അപ്പൊ NCERT-ൽ നിന്നുള്ള അതേ ലൈൻ അങ്ങോട്ട് എടുത്ത് ചോദിച്ചിരിക്കുകയാണ് അല്ലേ. നമുക്കറിയാം ഫൈലം കോർഡേറ്റയ്ക്ക് 3 സബ് ഫൈലംസ് ഉണ്ട്. ഏതൊക്കെയാണ്? യൂറോ കോർഡേറ്റ, സിഫാലോ കോർഡേറ്റ ആൻഡ് വെർട്ടിബ്രേറ്റ. ഓക്കെ, വെർട്ടിബ്രേറ്റ്. അപ്പൊ യൂറോ കോർഡേറ്റ, സിഫാലോ കോർഡേറ്റ നിങ്ങൾക്ക് നോക്കിക്കേ. യൂറോ കോർഡേറ്റയുടെ നോട്ടോ കോഡ് ഉള്ളത് ലാർവയുടെ ടെയിലിൽ മാത്രമാണ്. സിഫാലോ കോർഡേറ്റയിൽ നോട്ടോ കോഡ് ഉള്ളത് ത്രൂ ഔട്ട് ദെയർ ലൈഫ് ആൻഡ് ഹെഡ് ടു ടെയിൽ വരെ നോട്ടോ കോഡ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും എന്തുണ്ട്? നോട്ടോ കോഡ് ഉണ്ട്, നോട്ടോ കോഡ് ഉണ്ട്. വെർട്ടിബ്രേറ്റയ്ക്കോ നോട്ടോ കോഡ് ഇല്ലേ, അതുകൊണ്ടല്ലേ കോർഡേറ്റയുടെ സബ്ഫൈലമായത്. നോട്ടോ കോഡ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാം? എല്ലാ വെർട്ടിബ്രേറ്റ്സും നോട്ടോ കോഡ് ഉള്ളത് കൊണ്ട് കോർഡേറ്റ്സ് ആണെന്ന് പറയാം. പക്ഷേ എല്ലാ കോർഡേറ്റ്സും വെർട്ടിബ്രേറ്റ്സ് അല്ല. കാരണം യൂറോ കോർഡേറ്റിലും സിഫാലോ കോർഡേറ്റിലും നോട്ടോ കോഡിനെ റീപ്ലേസ് ചെയ്തിട്ട് വെർട്ടിബ്രൽ കോളം വരുന്നില്ല. പക്ഷെ വെർട്ടിബ്രേറ്റയിൽ എഡൽട്ട് നോക്കുകയാണെങ്കിൽ നോട്ടോ കോഡിനെ റീപ്ലേസ് ചെയ്തിട്ട് അതിന് പകരം അവിടെ എന്താണ്? നട്ടല്, വെർട്ടിബ്രൽ കോളം ഉണ്ട് അല്ലേ. സോ വെർട്ടിബ്രേറ്റ്സ് ആണ് എന്ത്? വെർട്ടിബ്രൽ കോളം ഉള്ള ആൾക്കാർ. ഓക്കെ, അവർക്ക് നോട്ടോ കോഡും ഉണ്ട്. കാരണം നോട്ടോ കോഡിനെ റീപ്ലേസ് ചെയ്തിട്ടാണ് വെർട്ടിബ്രൽ കോളം വന്നിട്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് എല്ലാ കോർഡേറ്റ്സിനും വെർട്ടിബ്രേറ്റ്സ് ആണ് എന്ന് പറയാൻ പറ്റില്ല. കാരണം യൂറോ കോർഡേറ്റും സിഫാലോ കോർഡേറ്റും എന്തല്ല? വെർട്ടിബ്രേറ്റ്സ് അല്ല, അവർക്ക് വെർട്ടിബ്രൽ കോളം ഇല്ല. ഓക്കെ, what are cofactors? Write about any 2 types of cofactors. എന്താ cofactors? എൻസൈമിന്റെ നോൺ പ്രോട്ടീൻ പാർട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോഫാക്ടർ. ഇവിടെ ഏതെങ്കിലും 2 ടൈപ്പ് കോഫാക്ടറിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ 3 എണ്ണം പഠിച്ചിട്ടുണ്ട് അല്ലെ. പ്രോസ്തറ്റിക് ഗ്രൂപ്പ്, കോ എൻസൈംസ് ആൻഡ് ഓൾസോ മെറ്റൽ അയോൺസ്. ഏതെങ്കിലും 2 എണ്ണം മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. ഇപ്പൊ പ്രോസ്തറ്റിക് ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. ഓക്കെ, എപ്പോ എൻസൈമുമായിട്ട്, അതായത് പ്രോട്ടീൻ പാർട്ട് ഓഫ് എൻ എൻസൈം ആണ് എപ്പോ എൻസൈം. അപ്പൊ ഈ എപ്പോ എൻസൈമുമായിട്ട് ഇവർ ടൈറ്റ്ലി ബൗണ്ട് ആയിരിക്കും അല്ലെ, ടൈറ്റ്ലി ബൗണ്ട് ആയിരിക്കും. എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പൊ പെറോക്സിഡേസ്, കാറ്റലേസ്, ഇതിലൊക്കെ ഹീമാണ് പ്രോസ്തറ്റിക് ഗ്രൂപ്പ്. ഇപ്പൊ കോ എൻസൈംസ് ഉണ്ടല്ലോ. ഇപ്പൊ കോ എൻസൈംസിന്റെ എക്സാമ്പിൾ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? NAD, NADP, FAD ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. പിന്നെ മെറ്റൽ അയോൺ ഉണ്ട്. മെറ്റൽ അയോൺ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? ഇപ്പൊ സിങ്ക് ആണ് കാർബോക്സി പെപ്റ്റിഡേസിന്റെ എന്തെന്ന് പറയുന്നത്? കോ ഫാക്ടർ എന്ന് പറയുന്നത് കേട്ടോ. സോ നിങ്ങൾ എക്സാമ്പിൾസോട് കൂടി തന്നെ പഠിക്കണം. കാരണം എക്സാമ്പിൾസും ചോദിച്ചു കാണാറുണ്ട്. കോ ഫാക്ടർ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് കേട്ടോ. കോ ഫാക്ടർ ഇസ് വെരി ഇമ്പോർട്ടന്റ്. ക്ലാസിഫൈ ദി ഫോളോയിങ് അനിമൽസ് ബേസ്ഡ് ഓൺ ദ ടൈപ്പ് ഓഫ് നൈട്രജൻ വേസ്റ്റ് ദേ എക്സ്ക്രീറ്റ്. അപ്പൊ 2 വർഷവും നമ്മൾ നോക്കിയാൽ കോമൺ ആയിട്ട് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. നൈട്രോജനസ് വേസ്റ്റ് അനുസരിച്ച് എന്ത് ചെയ്യുക? അനിമൽസിനെ ക്ലാസിഫൈ ചെയ്യുക. ഇപ്പൊ ബേർഡ്സും റെപ്റ്റൈൽസും ഒക്കെ യൂറിക് ആസിഡിനെ അല്ലേ എക്സ്ക്രീറ്റ് ചെയ്യുന്നത്. സോ യൂറിക്കോടെലിസം ആണ് കാണിക്കുക. ഓക്കെ, ബോണി ഫിഷസും എക്വാട്ടിക് ആംഫിബിയൻസും വെള്ളത്തിലുള്ള ജീവികളാണ്. എമോണിയനെയാണ് എക്സ്ക്രീറ്റ് ചെയ്യുന്നത്. സോ എമോണോടെലിസം. യെസ്, എമോണോടെലിക് ഓർഗാനിസംസ് ആണ് ഇവര്, ബോണി ഫിഷും എക്വാട്ടിക് ആംഫിബിയൻസും. അടുത്ത ക്വസ്റ്റ്യൻ, നൈട്രജൻ ബേസസ് A and B എന്തൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. റൈറ്റ് ദ ന്യൂക്ലിയോസൈഡ് ഓഫ് ദീസ് നൈട്രജൻ ബേസസ്. അപ്പൊ A എന്താണടാ? ദിസ് ഇസ് അഡിനിൻ. A എന്താണ്? അഡിനിൻ ആണ്. A അഡിനിൻ ആണ്. ആൻഡ് B എന്ന് പറയുന്നത് യുറാസിൽ. ദിസ് വൺ ഇസ് യുറാസിൽ. ഓക്കെ, അഡിനിൻ പ്യൂരിൻ ആണ് ആൻഡ് യുറാസിൽ പിരിമിഡിൻ ആണ്. ഓക്കെ, അപ്പൊ അഡിനിന്റെയും യുറാസിലിന്റെയും ന്യൂക്ലിയോസൈഡ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അഡിനിൻ ആണെങ്കിൽ എഡിനോസിൻ, യുറാസിൽ ആണെങ്കിൽ യൂറിഡിൻ.
ഓക്കെ അല്ലേ? 2 മാർക്കിന്റെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട് ഓഫ് കാർഡിയാക് ഇമ്പൾസ് ഫ്രം ദ ടേംസ് ഗിവൺ ഇൻ ബ്രാക്കറ്റ്സ്. അപ്പൊ കാർഡിയാക് ഇമ്പൾസിന്റെ ട്രാൻസ്പോർട്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം എസ് എ നോഡ് സെൽഫ് എക്സൈറ്റഡ് ആവും, ഓട്ടോ എക്സൈറ്റഡ് ആവും, എന്നിട്ട് ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാക്കും. എസ് എ നോഡിൽ നിന്ന് ഇത് നേരെ എത്തുന്നത് എ വി നോഡിലേക്കാണ്. ഓക്കെ, എ വി നോഡിൽ നിന്ന് ബണ്ടിൽ ഓഫ് ഹിസിൽ നിന്ന് ലെഫ്റ്റ് റൈറ്റ് ബണ്ടിൽ ബ്രാഞ്ച് വഴി പർക്കിൻജി ഫൈബേഴ്സ്, അവിടെ നിന്ന് വെൻട്രിക്കിൾസ്. ഓക്കെ, ഇതും 2 മാർക്കിനും 3 മാർക്കിനും ചോദിച്ചു കാണാറുണ്ട്. ഇവിടെ ജസ്റ്റ് ഫ്ലോ ചാർട്ട് ആയതുകൊണ്ട് 2 മാർക്കാണ്, പക്ഷെ 3 മാർക്കിനൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറയാറുണ്ട് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ജസ്റ്റ് മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ചെയ്തേ. നമുക്കിവിടെ തന്നിരിക്കുന്നത് എന്താണ്? WBCs ആണ്, അതിന്റെ ഫംഗ്ഷനുമായിട്ട് മാച്ച് ചെയ്യണം. ന്യൂട്രോഫിൽ ആണെങ്കിലോ ഫാഗോസൈറ്റിക് സെൽ അല്ലേ, ബേസോഫിൽ സെക്രീറ്റ് ഹിസ്റ്റമിൻ സെറട്ടോണിൻ, ഈസിനോഫിൽ അലർജിക് റിയാക്ഷൻസ്, ലിംഫോസൈറ്റ് ഇമ്മ്യൂൺ റെസ്പോൺസ് ഓഫ് ദി ബോഡി. ഒബ്സർവ് ദ ഫിഗർ ഗിവൺ ബിലോ. യെസ്, അപ്പൊ എയും ബിയും എന്തൊക്കെയാണെന്ന് ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. ആക്റ്റിൻ ആണ് എ, മയോസിൻ ആണ് ബി. നെയിം എനി 1 സബ് യൂണിറ്റ് ഈച്ച് ഓഫ് എ ആൻഡ് ബി. ആക്റ്റിന്റെയും മയോസിന്റെയും ഏതെങ്കിലും ഒരു സബ് യൂണിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ ആക്റ്റിൻ ആണെങ്കിൽ നമുക്ക് ഏതൊക്കെ പറയാം? എഫ് ആക്റ്റിൻ പറയാം, ട്രോപ്പോനിൻ പറയാം, ട്രോപ്പോമയോസിൻ നമുക്ക് പറയാൻ പറ്റും അല്ലെ. മയോസിൻ ആണെങ്കിലോ മിറോമയോസിൻ. ഓക്കെ, സബ് യൂണിറ്റ് മിറോമയോസിൻ ഉണ്ടോ? ഓക്കെ അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിക്കിടാം. ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ഓഫ് ദ മെക്കാനിസം ഓഫ് ഹോർമോൺ ആക്ഷൻ ഇസ് ഗിവൺ ബിലോ. ഹോർമോൺ ആക്ഷന്റെ മെക്കാനിസം കാണിക്കുന്ന ഡയഗ്രാം ആണ് തന്നിരിക്കുന്നത്. വാട്ട് ഡസ് എ ആൻഡ് ബി ഇൻ ദ ഡയഗ്രാം റെപ്രസെന്റ്? അപ്പൊ എ എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും പറഞ്ഞാൽ എ എന്ന് പറയുന്നത് ഇപ്പൊ ഹോർമോൺ ആണെന്നുണ്ടെങ്കിൽ അവർ ഓൾറെഡി അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എ എന്താണ്? ഹോർമോൺ റിസപ്റ്റർ കോംപ്ലെക്സ്. ഓക്കെ, ബി ജീനോം. ഓക്കെ, ഇത് ലേബൽ ചെയ്യാൻ സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ചോദ്യമാണ്. നെയിം എനി 2 സ്റ്റിറോയിഡ് ഹോർമോൺസ്. ഏതെങ്കിലും 2 സ്റ്റിറോയിഡ് ഹോർമോൺസ് ആണ്. പ്രൊജസ്ട്രോൺ. ഓക്കെ, പ്രൊജസ്ട്രോൺ പറയാം, കോർട്ടിസോൾ അല്ലെ, 2 എണ്ണം പോരെ. പ്രൊജസ്ട്രോൺ, കോർട്ടിസോൾ. നിങ്ങൾക്ക് ഓർമ്മ വരുന്ന 2 സ്റ്റിറോയിഡ് ഹോർമോൺസ് നിങ്ങൾ എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ, ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രോഗ്സ് ആർ യൂറിയോട്ടലിക് അനിമൽസ്. ഇതും റിപ്പീറ്റഡ് ആയി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇപ്പൊ കണ്ടുവരാറുണ്ട്. ഡു യു അഗ്രി? ഗിവ് റീസൺ. എന്തുകൊണ്ടാണ് ഫ്രോഗ് യൂറിയോട്ടലിക് ആയത്? അവരുടെ എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ് നൈട്രോജീനസ് വേസ്റ്റ് എന്ന് പറയുന്നത് യൂറിയാണ്. ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഈസ്റ്റിവേഷൻ ആൻഡ് ഹൈബർനേഷൻ. ഈസ്റ്റിവേഷൻ എന്താ, ഹൈബർനേഷൻ എന്താ? ഹൈബർനേഷൻ എന്ന് പറയുന്നത് വിന്റർ സ്ലീപ്പ് ആണ്. ഈസ്റ്റിവേഷൻ എന്ന് പറയുന്നത് സമ്മർ സ്ലീപ്പ് ആണ്. ഓക്കെ, അപ്പൊ ഫ്രോഗിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണല്ലേ. അപ്പൊ ഫ്രോഗ്സ് എക്സ്ട്രീം ആയിട്ടുള്ള എന്താ പറയാ ഹീറ്റ് ഉള്ള സമയത്ത്, ഹോട്ട് ടെമ്പറേച്ചർ ഉള്ള സമയത്ത് ഇവര് മാളത്തിൽ പോയി ഒളിച്ചു നിൽക്കും. മെറ്റബോളിസം ഒക്കെ ആ സമയത്ത് കുറവായിരിക്കും അല്ലെ. ഇതിനെയാണ് സമ്മർ സ്ലീപ്പ്, ഈസ്റ്റിവേഷൻ എന്ന് പറയാ. എക്സ്ട്രീം തണുപ്പാണെന്നുണ്ടെങ്കിലും സെയിം സംഭവം തന്നെ. അതിനെയാണ് നമ്മൾ എന്താ പറയാ, വിന്റർ സ്ലീപ്പ് അല്ലെങ്കിൽ ഹൈബർനേഷൻ എന്ന് പറയാ. ഹോംവർക്ക് ആലോചിച്ചാൽ മതി. ഹൈബർനേഷൻ, വിന്റർ സ്ലീപ്പ്. അപ്പം ഈസ്റ്റിവേഷൻ, സമ്മർ സ്ലീപ്പ് ഈസി ആയിട്ട് കിട്ടിക്കോളും. ഓക്കെ അല്ലടാ മക്കളെ. സോ നമ്മൾ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് അടിപൊളിയായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാം, സ്വന്തമായിട്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക. നമുക്ക് തിയറി മാത്രം അറിഞ്ഞാൽ പോരാ, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താലേ നിങ്ങൾക്ക് കോൺഫിഡന്റ് ആയിട്ട് എക്സാം എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ 1 മാർക്കിന്റെ വീഡിയോയും നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. ഓക്കെ, അതും നിങ്ങൾ എന്തായാലും കാണണം. 1 മാർക്ക് 2 മാർക്കും ഒക്കെ നമുക്ക് ഇമ്പോർട്ടൻറ്റ് ആണ്. എല്ലാവരും അടിപൊളിയായിട്ട് എക്സാം എഴുതുക. ഓൾ ദ വെരി ബെസ്റ്റ്.